മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിനും കടുത്ത അതൃപ്തി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ നടന്നതിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിനും കടുത്ത അതൃപ്തി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്ഥിതി വിലയിരുത്തി. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വീണ്ടും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടും. അതേസമയം ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ബിലാസ്പൂരിലെ ഹൈക്കോടതിയിൽ സഭാ നേതൃത്വമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹർജി നൽകുന്നത്. ഇന്നേക്ക് കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് 8 ദിവസമായി. സംസ്ഥാന സർക്കാർ ജാമ്യാപേക്ഷയെ വീണ്ടും എതിർക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ദില്ലിയിൽ നിന്നുള്ള അഭിഭാഷകനും സഭയ്ക്ക് വേണ്ടി ഹാജരാകുമെന്നാണ് വിവരം. NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകില്ല. NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നത് സമയനഷ്ടം ഉണ്ടാക്കുമെന്ന നിയമോപദേശത്തെ തുടർന്നാണ് തീരുമാനം. നിലവിൽ കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്നാണ് സെഷൻസ് കോടതി ഇന്നലെ വ്യക്തമാക്കിയത്. ജാമ്യം നിഷേധിച്ചതിൽ ബജ്രംഗ്ദൾ പ്രവർത്തകർ കോടതിക്ക് പുറത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയതും വിമർശനത്തിനിടയാക്കിയിരുന്നു. അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ബജ്രംഗ്ദൾ പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രവർത്തകർ ഇവരോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പോലീസ് സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ ചോദ്യം ചെയ്യൽ. കന്യാസ്ത്രീകളുടെ ബാഗുകളും ബജ്രംഗ്ദൾ പ്രവർത്തകർ പരിശോധിച്ചതായാണ് വിവരം. അതേസമയം കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന വെളിപ്പെടുത്തൽ ഇന്നലെ പുറത്തു വന്നിരുന്നു. അറസ്റ്റ് ദേശീയ തലത്തിൽ ചർച്ചയാകുന്നതിനിടെയാണ് തട്ടിക്കൊണ്ടുപോയെന്ന് ബജ്രംഗ്ദൾ പ്രവർത്തകർ ആരോപിച്ച പെൺകുട്ടികൾ തന്നെ കന്യാസ്ത്രീകളെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം, അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. ഞങ്ങളെ ആരും ബലം പ്രയോഗിച്ച് കൊണ്ടുപോയില്ല, പ്രലോഭനമോ സമ്മർദ്ദമോ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം തിരിച്ചതെന്ന് യുവതികളിൽ ഒരാളായ കമലേശ്വരി പ്രധാൻ പറഞ്ഞു.